കൂട്ടപ്പിരിച്ചുവിടലുണ്ടായ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ താൽക്കാലികമായി തുറക്കും. ജീവനക്കാർ ഇന്ന് ഓഫീസിലെത്തും. പ്രശ്നം പരിഹരിക്കാൻ തൊഴിൽ മന്ത്രിയുമായി വെള്ളിയാഴ്ച കൊച്ചിയിൽ ചർച്ച നടക്കുന്നുണ്ട്. അതുവരെ ഓഫീസ് തുറന്നു കൊടുക്കാനാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ ധാരണയായത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു ധാരണയിലേക്ക്, ഓഫീസ് തുറന്ന് ആ ജീവനക്കാരെ അകത്തു കയറ്റാനുള്ള ധാരണയിലേക്ക് ആ കമ്പനി പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? DYFI എന്ന് പറയുന്ന സംഘടന, അതിന് നേതാക്കൾ, അതിന്റെ പ്രവർത്തകർ അവിടെ എത്തി ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങൾ അകത്തു കയറൂ എന്ന ധൈര്യത്തിൽ ആ തൊഴിലാളികളെ അകത്തു കയറ്റിയത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ വേറെ ആരുടെയും ഇടപെടലല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തിയോഫിനിലേക്ക് പോവുകയാണ്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും ആ സ്ഥാപനം ഇന്ന് തുറന്ന് പ്രവർത്തിക്കും, തൊഴിലാളികൾക്ക് അവിടെ വരികയും ചെയ്യാം. പക്ഷേ അപ്പോഴും അവരുടെ ജോലിയുടെ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യം തന്നെയാണ്. കമ്പനി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇനി തൊഴിൽ മന്ത്രിയുമായി ഒരു ചർച്ചയുണ്ടല്ലോ, അതിലും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണോ സാധ്യത? മനു, തൊഴിലാളികളെ സംബന്ധിച്ച്, അതായത് കോറോ ഹെൽത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 800-ലധികം പേർ, ഇത്രയും പേരുടെ ജോലിയുടെ കാര്യത്തിൽ ആ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം ഇന്നു മുതൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് അവിടെ വരാം, അവിടെ ഇരിക്കാം, അവിടുത്തെ മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം എന്നല്ലാതെ അവരുടെ ജോലി ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ജോലി ചെയ്യാം എന്ന് പറയുമ്പോൾ പോലും ഇവർക്ക് ചെയ്യേണ്ട ജോലികൾ അത് ചെയ്യാനുള്ളൊരു സംവിധാനം, അതിനുള്ള മറ്റ് സൗകര്യങ്ങളൊന്നും അവിടെ ഒരുക്കി കൊടുക്കാനുണ്ടാവില്ല. അതായത് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാനുള്ള ഒന്നും ചെയ്യാനില്ല. അതായത് ഓഫീസിലിരിക്കാം, അവിടുത്തെ മറ്റ് ഫെസിലിറ്റികൾ ഉപയോഗിക്കാം, ക്യാൻറ്റീൻ സൗകര്യം ഉപയോഗിക്കാം, വാഷ്റൂം ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഓഫീസ് സമയം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു പോകാം എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. താൽക്കാലികമായി ഇന്നലെ നടന്ന ചർച്ചയുടെ പേരിൽ ഈ വെള്ളിയാഴ്ച അടുത്ത് ചർച്ച നടക്കാനിരിക്കുന്നു. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അത് കൊച്ചിയിൽ തന്നെയാണ് ചർച്ച. ആ ചർച്ച നടക്കുന്നത് വരെ തൽസ്ഥിതി തുടരുക എന്നൊരു നിലയിലേക്ക് പോയതുകൊണ്ട് മാത്രം തുറന്നു കൊടുത്തതേ നമുക്കത് മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം ഈ വരുന്ന ദിവസങ്ങൾ, അതായത് ഇന്നും നാളെയുമൊക്കെ ആയി തുറക്കുമ്പോൾ ഇന്ന് ഈ ജോലിക്കാർ വീണ്ടും എത്തും. 9 മണിയോടുകൂടി ഈ ജോലിക്കാർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവർ വന്നാൽ ഓഫീസ് ചിലപ്പോൾ അടച്ചിടാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനൊരു ചർച്ച വന്ന സാഹചര്യത്തിൽ. അതല്ലാതെ അടച്ചിടുന്നു, കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ DYFI ഉൾപ്പെടുന്ന സംഘടനകൾ ഇടപെടും. തന്നെയുമല്ല, ഈ ലേബർ ഓഫീസർ ആവശ്യമെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലേബർ ഓഫീസർ എത്താമെന്ന് അവരെ ഈ തൊഴിലാളികൾക്ക് അവർക്കൊരു ഉറപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതും ഉണ്ടാകാം. ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ ചർച്ച നടന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ചിലപ്പോൾ അത് ഓഫീസ് തുറന്നു കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ജോലി ചെയ്യാനൊന്നും ഉണ്ടാകില്ല. ജോലിയില്ല എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് ചെയ്യാനായി അവിടെ മറ്റു ജോലിയൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ഇവർ ചെയ്യുന്ന ഈ സിസ്റ്റം, അതായത് ഇന്നലെ വരെ സ്വന്തം അധ്വാനം കൊടുത്ത് വളർത്തി വലുതാക്കിയ കമ്പനിയിൽ ഇന്നവർ വിരുന്നുകാരായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് തിയോഫിൻ കോറോ ഹെൽത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? മനു, തീർച്ചയായും. അതായത് ഇന്നലെ DYFI ഉൾപ്പെടെ ഇടപെട്ട് അത് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇന്നലെ ചർച്ച നടക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിലാണ് താൽക്കാലികമായി തുറന്നിടാൻ, അല്ലെങ്കിൽ അടുത്ത ചർച്ച വരെ തുറന്നു കൊടുക്കാൻ തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റാറ്റസ് കോയ്ക്ക് കാരണം ആ ചർച്ചയും DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇടപെട്ടത് കൊണ്ടുകൂടിയാണ്. പക്ഷേ ഇതിലിപ്പോഴും മറ്റൊരു വ്യക്തതക്കുറവുണ്ട്. കാരണം അതായത് ഈ ജോലി ഒന്നും ചെയ്യാനല്ലാതെ 5 ദിവസം ഇവർക്ക് വന്നു പോകാം എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവരുടെ അനിശ്ചിതത്വം മാറുന്നില്ല. കാരണം ചെയ്യാനായി അവിടെ വർക്കില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ കമ്പനിക്ക് പറയാനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ, അതായത് ബഹിരാഷ്ട്ര കമ്പനികളിൽ നിന്ന്, അമേരിക്ക, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ചെയ്യേണ്ട ജോലികളാണ്. അത്തരം BPO ജോലികൾ ചെയ്യാനായി, ഈ മെഡിക്കൽ കോഡിംഗ് ജോലി ചെയ്യാനായി ഞങ്ങൾക്ക് വർക്കില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ഇവർക്ക് ഒഴിവാകാനുള്ള ഒരു നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും 800-ലധികം ജോലിക്കാരുടെ കാര്യം അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇവർക്കിപ്പോൾ സർക്കാർ ഇടപെട്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ലേബർ ഓഫീസിൽ അത് വലിയ ചർച്ചകൾ വന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇന്നലെ ഒരു ചർച്ച നടന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഫീസ് തുറന്നു കൊടുക്കണം, ഓഫീസ് അടച്ചിടരുത് എന്ന നിർദ്ദേശം വന്നത്. പക്ഷേ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ എന്താകും കാര്യങ്ങളെന്നറിയില്ല. തന്നെയുമല്ല, ഇന്നലെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തത്. കമ്പനി അധികൃതരോട്, കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളോട് ഈ ചർച്ചയ്ക്ക് എത്തണമെന്ന്, വെള്ളിയാഴ്ചയുള്ള ചർച്ചയ്ക്ക് എത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതിസന്ധിയാവും, പ്രതിഷേധങ്ങൾ കൂടുതലുണ്ടാകും. എങ്ങനെയാവും കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടി വരും. പക്ഷേ ഈ കമ്പനി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത്, ഒരു ഇമെയിൽ മുഖേന ജോലിക്കാരെ വിവരം അറിയിച്ചു. 2.5 മാസത്തെ ശമ്പളം അഡ്വാൻസായി എല്ലാവർക്കും അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കുന്ന നീക്കത്തിലേക്കാണ് കമ്പനി പോയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കാണ് പോകുന്നത്. ജോലിക്കാർ ഓഫീസിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോഴും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് തിയോഫിൻ. അപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്.
നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സ്വന്തം ജില്ലയിൽ ഇത്ര വലിയൊരു തൊഴിൽ നിഷേധം, ഇത്ര വലിയൊരു മനുഷ്യത്വ വിരുദ്ധമായ സംഗതി ഉണ്ടായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോലും ഒരു വരി കുറിച്ചിട്ടില്ല എന്നത് അത്ഭുതപ്പെടുന്നതാണ് തിയോഫിൻ. എന്ത് ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെ ഭരണസംവിധാനത്തിന് സാധാരണക്കാരായ തൊഴിലാളികളോടുള്ളത് എന്നതിന്റെ നേർക്കാഴ്ചയല്ലേ മുഖ്യമന്ത്രിയുടെ ഈ മൗനം? എന്തുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് ഇത്രയും വലിയ തൊഴിൽ നിഷേധമുണ്ടായിട്ട്? മനു സൂചിപ്പിച്ചത് ഒരു വലിയ വിഷയം തന്നെ, ഗൗരവമേറിയ വിഷയമാണ്. കാരണം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിനകത്ത് പ്രതികരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായിട്ടും അറിഞ്ഞിട്ടില്ല. തൊഴിൽ മന്ത്രി ചർച്ചയ്ക്ക് വേണ്ടി ഇടപെട്ടു, നിർദ്ദേശം നൽകി. ഉമാ തോമസ് MLA നിർദ്ദേശം നൽകി. അവർ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തു. തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ മന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ചർച്ച വെള്ളിയാഴ്ചയുണ്ട്. ഇത്രയും വിവരങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി മാത്രമല്ല വിഷയത്തിൽ പ്രതികരിക്കേണ്ട പ്രത്യേകിച്ച് യുവാക്കളെ നോക്കൂ, ഒറ്റയടിക്ക് 800-ലധികം യുവജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ്. അതിൽ മന്ത്രിമാരാരും അത്ര ഗൗരവത്തോടു കൂടിയുള്ള വിഷയം, അല്ലെങ്കിൽ ഇതിനെ എത്രത്തോളം ഗൗരവത്തിൽ കാണണമോ ആ ഗൗരവത്തിൽ ഇവരാരും കണ്ടതായി നമുക്കറിയില്ല. കുറച്ച് പ്രതിഷേധത്തിനെങ്കിലും ഇവർക്കൊപ്പം നിന്നത് INTUC മാത്രമാണ്. INTUC തൊഴിലാളി സംഘടന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ആളുകൾ ഈ പ്രതിഷേധത്തിന് ഇവരോടൊപ്പം നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സജീവമായി ഈ പ്രതിഷേധത്തിന് ഇവരോടൊപ്പം നിൽക്കാനോ ഇവർക്ക് വേണ്ട രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ ഇത് വ്യക്തമാകേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു തൊഴിൽ വിഷയമുണ്ടാകുമ്പോൾ അത് നമുക്കത് കഴിഞ്ഞ ദിവസം റഹീം MP സൂചിപ്പിച്ചത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. അത്തരം വിഷയങ്ങളിൽ സർക്കാരിന് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. സർക്കാരിന് തീരുമാനമെടുക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായിട്ടില്ല, മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ്. സമാന്തരമായി തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ കാണേണ്ടതുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടില്ല എന്നാണ്. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രതികരണം. എന്ത് വിഷയങ്ങളുണ്ടായാലും അതിലൊക്കെ സജീവ പ്രതികരണം നടത്തുകയും കുറഞ്ഞ പക്ഷേ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇന്നലെ അവിടെ ഓടി വന്ന് ഈ തൊഴിലാളികളെ കാണുകയും ഇടപെടുകയും ഒക്കെ ചെയ്തേനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സർക്കാർ ഇടപെടേണ്ട ഒരു വിഷയത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് തന്നെ നമുക്കത് പറയേണ്ടി വരും. പ്രതികരിച്ചിട്ടുമില്ല മുഖ്യമന്ത്രി. ശരി, മുഖ്യമന്ത്രി മൗനം വെടിയുമോ എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. സ്വന്തം ജില്ലയിലാണ് 800 മനുഷ്യർ ജോലി നഷ്ടപ്പെട്ട് പെരുവഴിയിൽ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നത്. ഫേസ്ബുക്കിൽ പോലും ഒരു കുറിപ്പിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പഠിച്ചു തീർന്നിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. പഠിച്ചു തീർന്നു കഴിഞ്ഞ് വരുമ്പോഴേക്കും ജോലിയും പോകും, കമ്പനിയും പൂട്ടി അവരും സ്റ്റാൻഡ് വിടാൻ സാധ്യതയുണ്ട്. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൗനം തുടരുമ്പോൾ അവിടെ ഇടപെടാൻ ഒരൊറ്റ കൂട്ടരേ ഉണ്ടായിരുന്നുള്ളൂ. അത് CPI-ഉം DYFI-യും ഒക്കെയായിരുന്നു. ഈ പറയുന്ന വികസന വിരുദ്ധർ എന്ന് പേരുകേട്ട, അല്ലെങ്കിൽ കൊടി വയ്ക്കുന്നവർ എന്ന് പേരുകേട്ട ആ മനുഷ്യർ മാത്രമേ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.